ഹായ് മക്കളെ, സ്കൂളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് 9 CBSE ക്ലാസ് 9 ഒമ്പതാം ക്ലാസ്സുകാർ തുടക്കം മുതൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് പഠിച്ചു തുടങ്ങാവുന്ന. നമ്മുടെ സ്കൂൾ ഒക്കെ തുറക്കാറായി വരികയാണ്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ ഒരു പുതിയ പ്രതിജ്ഞയൊക്കെ എടുക്കുക. ഞാൻ ഇന്ന് മുതൽ നന്നായി പഠിക്കും, എന്റെ ബുക്കുകളൊക്കെ ഞാൻ വൃത്തിയായി സൂക്ഷിക്കുക, എന്റെ നോട്ട്സ് ഒക്കെ ഇനി കംപ്ലീറ്റ് ആയിരിക്കും. ഇതൊക്കെ ആദ്യത്തെ ഒരു 1 വീക്ക് നമ്മൾ പോകും. പക്ഷെ പിന്നീട് ഇതെല്ലാം നമ്മൾ മറന്നു പോകും. പിന്നെ നമ്മൾ വീണ്ടും പഴയ ഒരു സ്റ്റൈലിലേക്ക് ആകും. സോ 9th കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ 7ാം ക്ലാസ് 8ാം ക്ലാസ്സും ഒക്കെ വരെ കുറച്ച് കുഴപ്പി. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10th കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ് 9th. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ തുടക്കം മുതൽ നമ്മൾ കുറേശ്ശായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എക്സാമിന് ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് എക്സാം നേരിടാൻ പറ്റും. ഇത് ഈ 9th മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10th കയറുമ്പോൾ മുതലേ നമുക്ക് ടെൻഷൻ ആയിരിക്കും. അയ്യോ, എനിക്ക് 9th ഈ മാത്സിന് ഇത്ര മാർക്ക് കുറവായിരുന്നു, അപ്പൊ എനിക്ക് 10th ഇങ്ങനെ ആകുമോ? പക്ഷെ അത്യാവശ്യം കുറച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ പറ്റി ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്ക് 9th ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ 10th എനിക്ക് കിട്ടും. അപ്പൊ പോസിറ്റീവ് എനർജി, ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും 10th നമുക്ക് നമ്മുടെ റിസൾട്ടിലും നമുക്ക് നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ സ്കൂളിൽ 9ാം ക്ലാസ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലിപ്പോ March 7th ആണ്. ഡേറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. May 7th ആണ്. May 12-നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ കൂടെ തരുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവാണ്. അതായത് നമുക്ക് ക്ലാസ് സമയത്ത് ടീച്ചറോട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് സ്കൂളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴും ഒന്നും ചിലപ്പോൾ ക്ലാസ്സിൽ കയറാൻ പനിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് റെക്കോർഡഡും ഉണ്ട്. അതായത് ലൈവ് പറ്റിയില്ല, നമുക്ക് അതിന്റെ റെക്കോർഡഡ് സെഷൻ കാണാം. എക്സാം ഒക്കെ വരുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ വരുമ്പോൾ നമുക്ക് കിട്ടും, ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ റെക്കോർഡഡ് വീഡിയോ നമ്മുടെ ക്ലാസ്സിലുണ്ട്. പിന്നെ നമുക്ക് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരേ സമയം 2 ജോലി ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ എഴുതുക അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം സ്കൂളിന്റെ 9ാം ക്ലാസ്സിന്റെ പുതിയ ബാച്ചിൽ കൂടെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിനെ വളരെ ഈസി ആയിട്ടുള്ള മൊഡ്യൂളുകളാക്കി 3, 4, 5 ക്ലാസ്സുകൾ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് MCQ. അതിൽ നിന്നുള്ള മാക്സിമം MCQ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു 20 മാർക്കിൻ്റെ അടുത്ത് MCQ എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത്, അതായത് ആ മൊഡ്യൂളിൽ നിന്നുള്ള എല്ലാ MCQ നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് അത് ക്ലാസ് റൂമിൽ തന്നെ കിടക്കും. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എക്സാംസ്. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്. പിന്നെ നമ്മൾ ചിലപ്പോൾ വീക്കായി പോയ സമയത്ത് അപ്പൊ നമുക്കൊരു സപ്പോർട്ട്, നല്ലൊരു കൗൺസിലിംഗ്, നല്ലൊരു മെന്റർഷിപ്പ്, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡിലാണെങ്കിലും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അധ്യാപകരോട് ഡൗട്ടുകളൊക്കെ ചോദിക്കാം. വളരെ കുറഞ്ഞ ഫീസ് നിരക്കിലുമാണ് നമ്മുടെ ഈ 9ാം ക്ലാസ്സിൽ ഈ ബാച്ച് ആരംഭിക്കുന്നത്. May 12 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും സ്കൂൾ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനും പറ്റും. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോ. തുടക്കം മുതൽ നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടീച്ചർ ക്യാൻ ഓപ്പൺ ദ ഡോർ. പക്ഷെ ഇതിലേക്ക് പ്രവേശിക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു ഏജിന്റെ ഒരു ഇതിൽ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കുറേ ഇമാജിനേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ പഠിച്ച് വലിയൊരാളാവും, എനിക്ക് ഇന്ന ജോലി, ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണ്. ഞാനൊരു പട്ടാളക്കാരനാണ്, ഇപ്പൊ അതങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ IAS ഓഫീസർ, മോസ്റ്റ്ലി അതൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എനിക്ക് പുറത്ത് എബ്രോഡ് പോകണം, ഞാൻ അവിടെ അങ്ങനെ ആ കോഴ്സ് ചെയ്യും. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഈ സ്വപ്നങ്ങള് കലാം സാറ് പറഞ്ഞതുപോലെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ഉറക്കത്തിൽ കാണുന്നതല്ല, സംതിങ് നമ്മൾ ഓർക്കാതിരിക്കുന്നതാണ്. അതായത് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 9th സ്റ്റാൻഡേർഡിൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടോ? 10th സ്റ്റാൻഡേർഡ് 9th എനിക്ക് ഇത്രയൊക്കെ കിട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ബേസ് കിട്ടുകയാണ്. അപ്പൊ ആ ഒരു ബേസ് കിട്ടാനായിട്ട് ഇനി മുതൽ നല്ല ആക്റ്റീവായിട്ട് പഠിക്കുക. ഇപ്പം എല്ലാ ദിവസവും ഉള്ള കാര്യങ്ങൾ അന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ നോട്ട്സ് ഞാൻ നല്ല കീപ്പ് ചെയ്യും. അത് ഒരു ദിവസത്തെ ഡിസിഷൻ അല്ല, എല്ലാ ദിവസവും അങ്ങനെ തന്നെ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്ത് നല്ല എനർജറ്റിക് ആയിട്ട് പഠിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾക്കും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ November, December നമ്മൾ സിലബസ് തീർക്കുക.
കാരണം ജനുവരി ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് റിവിഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ MCQ ആദ്യം മുതൽ നമ്മൾ പഠിച്ച എല്ലാ MCQ നമ്മൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യും, പ്രീ വൈഗൂസ് പ്രാക്ടീസ് ചെയ്യും. ഇതെല്ലാം ഈ കുറഞ്ഞ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, CBSE ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ, ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ വെച്ച് നമ്മൾ ബേസിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മാത്സ് സൈൻ മുതൽ, ചില കുട്ടികൾക്ക് ഇപ്പൊ 9th ആയെങ്കിലും ചിലവർക്ക് അത് അറിയണമെന്നില്ല, അതിന്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബേസ് മുതൽ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ ചാനലിലുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ. ബൈ.